ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡെയിലി ബേസിസിൽ ഞാൻ വലിയ ഒരു എന്താ പറയുക, എനിക്കങ്ങനെ ഗ്ലാമപ്പിനെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, എനിക്കത് ഭയങ്കര വേർത്തായിട്ട് തോന്നിയ പ്രോഡക്റ്റുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇന്ന ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പല ബ്രാൻഡിൻ്റെയും ഫേസ് വാഷ് അങ്ങനെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് സെറ്റാഫിൽ, പെയേഴ്സിൻ്റെ അങ്ങനെ അങ്ങനെ മാറി മാറി ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ പെയേഴ്സിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ ടോണർ ഉപയോഗിക്കാറുണ്ട്, ഫേസ് ടോണർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പ്ലമ്മിൻ്റെ തന്നെ റോസ് വാട്ടർ കണ്ടൻറ്റുള്ള ടോണറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ തന്നെയാണ്, പ്ലമ്മിൻ്റെ. ഇത് നല്ല വർത്തായിട്ട് തോന്നി. റിവ്യൂ നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. ആ റിവ്യൂ പറയുന്ന പോലെ തന്നെ നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. മാർക്ക് പ്രൈസ് വന്നിട്ട് 440 ആണ്. ഞാനിത് നൈക്കയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്, ഓൺലൈനായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്നത്. പ്രസൻ്റ്ലി ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ലൈറ്റ് ജെൽ, പോൺസിൻ്റെ തന്നെ സൂപ്പർ ലൈറ്റ് ജെൽ എന്നുള്ള മോയ്സ്ചറൈസറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. വാട്ടറി കണ്ടൻ്റ് ആണ്, എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. അപ്പം നല്ല ലൈറ്റ് വെയിറ്റ് പ്രോഡക്റ്റാണ്. മോയ്സ്ചറൈസറായിട്ട് കുറച്ചധികം നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. അതിനുശേഷം എന്താ പറയുക, ഞാൻ സൺസ്ക്രീനായിട്ട് ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മാസമായിട്ടുള്ളൂ. ഇത് യൂസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഇപ്പോൾ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് നൽകും. അപ്പോൾ വേറെ ഒന്നും എടുത്തിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇതിന് മുമ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഡോക്ടർ ഷെയ്ത്തിൻ്റെ ടേമറിക് കണ്ടൻ്റുള്ള സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, 1.5 മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. നമുക്ക് വേറൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഇതും കാജലും അങ്ങനെ കൺമഷി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ഞാൻ ഇത് തന്നെയായിരിക്കും ഇനി ഇത് കഴിഞ്ഞാലും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സൺസ്ക്രീൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറ്, വേറൊന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ക്രീമുകളൊന്നും പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ നേരെ കാജലിലേക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ റെയിനി സീസൺ ആയതുകൊണ്ട് ചില ക്ലൗഡി മീൻസ് ഇപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നൽകും. നമുക്കൊരു വലിയൊരു ഗ്ലോ അല്ല, എന്നാലും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് നൽകും. ഫേസസ് കാനഡയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫെയർനെസ്, ഒരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും ചില ദിവസങ്ങളിൽ അതിനൊപ്പം ഞാൻ ഈ ഒരു പോൺസിൻ്റെ BB ക്രീമും കൂടെ പെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് മാത്രം അല്ലെങ്കിൽ ഇതും കൂടെ പെയർ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഫേസ് പൗഡർ ഇടും. ഫേസ് പൗഡർ ആദ്യം ഞാൻ K-Beautyയുടെ പൗഡറായിരുന്നു യൂസ് ചെയ്തിരുന്നത്, ബനാന പൗഡറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാനിത് കുറച്ചും കൂടെ എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റാണ്. പോൺസിൻ്റെ തന്നെ നാച്ചുറൽ ഫേസ് പൗഡർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പിങ്ക് ഗ്ലോ ആ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മേലേക്ക് മീൻസ് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് തട്ടിയാൽ മതി. അപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു ഇതിൽ പൗഡർ പഫിൽ വരും, നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാനത് മൊത്തം ഫേസിൽ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും മൊത്തം ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാറില്ല, കണ്ണിൻ്റെ താഴെ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ യൂസ് ചെയ്യുന്നത് കാജലാണ്. കാജൽ ഞാൻ 2 ഷെയ്ഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ബ്രൗൺ, K-Beautyയുടെ തന്നെ കാജലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബ്രൗൺ ഷെയ്ഡും, അതുപോലെ ബ്രൗൺ ഷെയ്ഡ് കേട്ടോ, ബ്രൗൺ ഷെയ്ഡും, ഒന്ന് ബ്ലാക്ക് ഷെയ്ഡും.
ഒന്ന് ബ്രൗണും ബ്ലാക്കും. അപ്പോൾ ഞാനത് ചില ദിവസങ്ങളിൽ ബ്രൗൺ മാത്രം ഞാൻ ഉപയോഗിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ഞാൻ ബ്ലാക്കും മാത്രം ഉപയോഗിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ലൈനറുമായിട്ട് യൂസ് ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ തന്നെ ഐലൈനർ ഞാൻ ബ്രൗൺ തന്നെയാണ് അത് ഐലൈനർ ഞാൻ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാറില്ല. ഞാൻ കണ്ണ് താഴെ മാത്രമേ എഴുതുള്ളൂ. ഐലൈനർ എപ്പോഴും എഴുതാറില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ടൈമിൽ മാത്രമാണ് ഐലൈനർ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ കെ ബ്യൂട്ടിയുടെ തന്നെ ബ്ലാക്കും ബ്രൗൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ബ്രൗൺ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ബ്രൗൺ കാജൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിനോടൊപ്പം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഞാൻ മാഴ്സിൻ്റെ, ഇത് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്, കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഐബ്രോസ് മാഴ്സിൻ്റെ ഐബ്രോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൂടാതെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദേഗയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുക. ദേഗയുടെ ലിപ് ബാമിൻ്റെ ഒപ്പം ഇതാണ് ദേഗയുടെ ലിപ് ബാം. ഇതും അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതും കഴിയാറായിട്ടുണ്ട്. ദേഗയുടെ ലിപ് ബാമാണ് ഉപയോഗിക്കാറ്. ലിപ് ബാമിൻ്റെ മേലെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറ്. ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നൈക്കയുടെ ടോപ്പ് ട്രിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് കേട്ടോ. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നൈക്കയുടെ തന്നെ ടോപ്പ് ട്രിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. സോ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് കാണിക്കുന്നത്. ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ മറന്ന്, ഞാൻ മസ്കാര ഉപയോഗിക്കാറുണ്ട്. ഐലൈനർ മാത്രമാണ് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാത്തുള്ളൂ. മസ്കാര ഞാൻ യൂസ് ചെയ്യും. കൊലോഷ്യലിൻ്റെ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഡെയിലി. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. സോ താങ്ക് യു.